ചെയ്യാൻ പറ്റുന്ന 4 കൈ കൊണ്ടല്ലോ രണ്ടുപേർക്കും അപ്പനും അമ്മയ്ക്കും കൊണ്ട്. അപ്പം അത് ആരാണുള്ളത് പ്രാർത്ഥനയ്ക്ക് ചൈതന്യമുള്ളവർ ആരാണ് അവർ ആ സമയത്ത് പങ്കെടുത്താൽ മതി. കർത്താവ് ഈ നിമിഷം അനുഗ്രഹിക്കുന്ന സമയമാണ്. അടിപ്പണ പോലെ കർത്താവെ വൈദാഘാതം പോലെ ദൈവമേ നിൻ്റെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടും. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന ലോകത്തെല്ലായിടത്തും നടത്തിയിട്ടുള്ള വലിയ ധ്യാനങ്ങളിലൂടെ പ്രാർത്ഥിച്ച 10,000 ലക്ഷങ്ങളായിട്ട് മനുഷ്യർ അവരുടെ പ്രാർത്ഥനകളോട് ചേർത്തുകൊണ്ടാണ് ഈശോയെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, വീടിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, വരാൻ പോകുന്ന പരീക്ഷയിലിരിക്കുന്ന ഇനിയും വരാൻ പോകുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടുതൽ പ്രയാസമുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് വിട്ടുപോയ സബ്ജക്റ്റ്, മനസ്സിലാകാത്ത സബ്ജക്റ്റുകൾ, പഠിച്ചിട്ട് തീരാത്ത പക്ഷേ അയ്യോ അത് പഠിച്ചില്ലാതെ കൈയൊക്കെ കുടയുന്നില്ലേ, അങ്ങനെ വിട്ടുപോയ സബ്ജക്റ്റുകൾ പഠിച്ചത് തീരുമോ എന്നുള്ള പേടിയുള്ളവർ അവരെല്ലാവരും ഇപ്പോൾ ആശ്രയിച്ച് അടിപ്പെടുന്ന പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി എൻ്റെ മക്കളുടെ കർത്താവ് പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ആത്മശക്തി പരിശുദ്ധാത്മാവിൻ്റെ ആത്മശക്തിയാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിറയട്ടെ. ധൈര്യമായിട്ട് യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വന്നവൻ്റെ ആ ചങ്കൂറ്റം പോലെ പരീക്ഷയെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കാര്യം അതിനെ തോൽപ്പിച്ച് നിങ്ങൾ വിജയം വരിക്കും. കാരണം നിങ്ങളുടെ വിജയം വരിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. കാര്യം ഞങ്ങൾ ആയിരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതി വിട്ടാൽ മാത്രം മതി, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. കർത്താവിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. അമ്മയെ പരിശുദ്ധമ്മേ, പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച കർത്താവിൻ്റെ ചൈതന്യം മക്കളിലേക്ക് കൊണ്ട് അതിജീവനത്തിൻ്റെ ചൈതന്യം, വിജയത്തിൻ്റെ ചൈതന്യം ഈ മക്കളിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി അമ്മ ഈ നിമിഷം പരിശുദ്ധമായ നിമിഷം മധ്യസ്ഥം വഹിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ, പഠനോപകരണങ്ങൾ, നിങ്ങളുടെ ആൻസർ ബുക്കുകൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ ആസ്വദിക്കുന്നു. നിങ്ങളുടെ യാത്രകൾ, ആരെങ്കിലും എന്തെങ്കിലും ക്ഷീണങ്ങളോ രോഗങ്ങളോ പരീക്ഷ എഴുതാൻ പറ്റാത്ത വിധത്തിലുള്ള സങ്കടങ്ങളോ അതുകൊണ്ട് മമ്മിയോട് നിലവിളിച്ച് കണ്ണീരോടെ മമ്മി ഞാൻ പോണിതെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അച്ഛൻ പറയും പോകാൻ പറ്റും, എൻ്റെ മക്കൾ പോകണം. കാര്യം അല്പം ആശ്വാസം പോകണം. ബാക്കി എന്താണ് കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്നിട്ട് നിങ്ങളുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ വീട്ടിൽ പപ്പായും മമ്മിയും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയിൽ പപ്പായും മമ്മിയെ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. ആർക്കാണ് ആ വീട്ടിൽ പ്രാർത്ഥന സഹായമുള്ളത്? കുഞ്ഞുങ്ങളെല്ലാം. കാര്യം കുഞ്ഞുങ്ങളെ അധികം തിന്മകളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒത്തിരി വിശ്വാസം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ബലമാണ്. അതുകൊണ്ട് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവ് പൊറുതിമുട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ പല വിഷയങ്ങൾ